നമുക്ക് ഈ ആവശ്യക്കാരുള്ളതുകൊണ്ടാണല്ലോ ഇത് എന്ത് റിസ്ക് എടുത്തും ആളുകളെ കൊണ്ടുവരാൻ തയ്യാറാകുന്നത്. പിന്നെ ഈ എളുപ്പത്തിൽ ലാഭകരമായ ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് പുതിയ തലമുറ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് മയക്കുമരുന്ന് വ്യാപാരം. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ വ്യാപാരം ആയുധ വ്യാപാരമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയത് മയക്കുമരുന്ന് ലോബിയുടെ വരുമാനമാണ്. 5 സമ്പന്നമായ ലോകരാജ്യങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ 10 ഇരട്ടിയാണ് മയക്കുമരുന്ന് ലോബിയുടെ വരുമാനം എന്നാണ് പറയുന്നത്. അത്രയേറെ വരുമാനമുള്ള ഒരു സ്രോതസ് ആളുകൾ കണ്ടെത്തുന്നു. മറ്റൊരു കാര്യം, ഈ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ തുക കൊടുത്ത് വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് അവർ വിൽപ്പനക്കാരായി മാറുന്നു എന്നുള്ളൊരു വിഷയവും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു വിഷയമുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള പോലെ ഈ പലതര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പുതിയ തലമുറ. അപ്പൊ അവര് മയക്കുമരുന്ന് ലോബിക്ക് അടിപ്പെട്ട ആളുകളുടെ ഇതുണ്ടാകാം. ഒപ്പം തന്നെ ടോക്സിക് പാരന്റിങ്ങിന്റെ പ്രശ്നമുള്ളവരുണ്ടാകാം, ADHD പോലുള്ള പഠന വൈകല്യമുള്ളവരുണ്ടാകാം, തകർന്ന കുടുംബങ്ങളിൽ വരുന്നവരുണ്ടാകാം, സിംഗിൾ പാരന്റിങ് ഉണ്ടാകാം. അങ്ങനെ വരുന്ന ആളുകളൊക്കെ തന്നെ മയക്കുമരുന്നിന് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവര് അതിന്റെ ഒരു പരിഹാരം എന്ന രീതിയിലും അവര് പ്രകാരമുള്ള സംഗതികൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത്രമാത്രം രൂക്ഷമായ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അവയെല്ലാം തന്നെ കണ്ട് അടസ്സപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സമഗ്രമായൊരു സംഗതി നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇലക്ഷന്റെ ഓണാഘോഷം പോലുള്ള വലിയ ആഘോഷങ്ങളിലാണ് മയക്കുമരുന്നിൽ കടന്ന ഒരു വ്യാപകമായിട്ടുള്ളത്. അതുകൊണ്ട് അതും ശക്തമായ രീതിയിൽ റെയ്ഡ് നടത്തി പിടിച്ച് മുന്നോട്ട് പോകേണ്ട സ്ഥിതിവിശേഷമുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. സാർ, നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ ഈ ഓണക്കാലമാണ്. അപ്പം കൃത്യമായിട്ട് എക്സൈസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു സ്പെഷ്യൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ ലഹരി. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കുട്ടികൾ പരസ്പരം മദ്യപിച്ച് മത്സരം വരെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ സ്കൂൾ അധികൃതരും ഒക്കെ കുറച്ചും കൂടെ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമില്ല. ഈ പലപ്പോഴും ഈ സ്കൂളിലൊക്കെ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും സ്കൂളിന്റെ സൽപ്പേരൊക്കെ ഓർത്ത് പലരും ഇതിങ്ങനെ പ്രിൻസിപ്പളൊക്കെ അടക്കം ഇതിങ്ങനെ മറച്ചു വെക്കേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങളുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.